എല്ലാ സ്ഥലങ്ങളിലും തർക്കങ്ങളും കോലാഹലങ്ങളും കലഹങ്ങളുമൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യമായും അതുത്ഭവിക്കുന്നത് വിവരക്കേടിൽ നിന്നാണ്. അപ്പൊ വിവരം കെട്ട മനുഷ്യന്മാരോട് എങ്ങനെ സമീപിക്കണം എന്ന് നമ്മളെപ്പോഴും പഠിക്കണം. ഒരുപാട് ആളുകൾ അറിവില്ലാത്തവരായി വളർന്നു വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യത്തിന്റെ യാഥാർത്ഥ്യം അറിയാത്തതുകൊണ്ട് കണ്ണടച്ച് എല്ലാറ്റിനെയും എതിർക്കുക എന്ന ഒരു സ്വഭാവം മനുഷ്യന് അറിവില്ലായ്മ കൊണ്ട് ഉണ്ടായിത്തീരും. അന്നാസു അഅദാഉ മാ ജഹിലു, ആളുകൾ അറിയാത്തതിന്റെ ശത്രുക്കളാണ്. അറിയാത്തതിനോട് മിത്രങ്ങളായി മാറി അറിയാനുള്ള ശ്രമത്തിന് പകരം അറിവില്ലായ്മ ശരിയാണ് എന്ന് നിലച്ചുകൊണ്ട് അത് സങ്കല്പിച്ചുകൊണ്ട് അതിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അത് കൊണ്ടു നടക്കും. എന്നിട്ട് ആരോടും അത് വിളമ്പും. അപ്പൊ അറിവുള്ള ആളുകളെ മുന്നിൽ ഇത്തരക്കാര് പെടുമ്പോ ഈ വിവരം കെട്ട വർത്തമാനമാണല്ലോ പറയുന്നത് എന്ന് കരുതിയിട്ട് എതിർക്കും. എതിർക്കുമ്പോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം ഉണ്ടാകും. അറിവില്ലാത്തവൻ വേഗം തെറി വിളിക്കും. തെറി വിളിക്കുമ്പോൾ സഹിക്കാനുള്ള വലിയ മനസ്ഥിതി അറിവുള്ളവർക്ക് ഉണ്ടാകണം. അതാണ് അല്ലാഹു തആല ഒരു ചുരുങ്ങിയ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു ആശയം. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. അല്ലാഹുവിന്റെ ദാസന്മാരോട്, അടിമകളോട് വിവരം കെട്ടവർ സംസാരിക്കാൻ വേണ്ടി വന്നാൽ ഖാലൂ സലാമൻ, അവർ പറയും, സലാമിനെ പറയും. ഈ സലാമിനെ പറയുക എന്ന് പറയുന്നത് വിവിധ രൂപത്തിലുണ്ട്. എല്ലാവരോടും ഒരുപോലെയല്ല. പറഞ്ഞു കൊടുത്താൽ ഉൾക്കൊണ്ട് നന്നാകാൻ മാത്രമുള്ള ജഹാലത്തുള്ളൂ എങ്കിൽ, വിവരക്കേടുള്ളൂ എങ്കിൽ പറഞ്ഞു കൊടുത്താൽ ശരിയാവും. പറഞ്ഞു കൊടുത്താലും നന്നാകൂലേ? എന്നാ പിന്നെ അവിടെ ഒരു മാർഗമുണ്ട്. അസ്സലാമു അലൈക്കും, വേഗം തടി സലാമത്താക്കാന്ന് പറയും. അതും ഖാലൂ സലാമ. അവിടെ അതേ വഴിയുള്ളൂ. നമ്മൾ വെറുതെ ടൈം കഴിഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞു കൊടുത്താൽ നന്നാവൂല. അയാൾ തുടക്കം മുതലേ പറഞ്ഞു, നിങ്ങൾ ഇനി ഇതിന് കുറെ മറുപടിയൊക്കെ പറയും, അതൊന്നും ഇങ്ങോട്ട് പറയണ്ട, ഞാനത് കേൾക്കൂല. അത് ആമുഖമായിട്ട് പറയുന്ന ആള് സത്യത്തിൽ പടുജാഹിലാണ്. വിവരം കെട്ട വർത്തമാനം പറയുമ്പോ അറിവുള്ളവൻ ഉണർത്തിത്തരുമ്പോൾ അത് സ്വീകരിക്കലാണല്ലോ ചെറിയൊരു ബുദ്ധിയുള്ള മനുഷ്യന്റെ സ്വഭാവം. പക്ഷെ അങ്ങനല്ല ചെയ്യാ. ആദ്യ മുഖവരയായിട്ട് പറയും, എനിക്കറിയുന്നൊരു വിഷയം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ വിഷയം തന്നെ അറിവില്ലാത്തതാണ്. എന്നിട്ട് അയാൾ പറയും, ഇതിന് കുറെ മറുപടിയും കുറെ കാര്യങ്ങളൊക്കെ നിങ്ങളെടുത്തുണ്ടാകും, അതൊന്നും എനിക്ക് കേൾക്കണ്ട, എന്നാ പിന്നെ നീ അത് പറയും വേണ്ടെന്ന് പറയലാ നല്ലത്. കാരണം അറിയാത്തൊരു വിഷയം ഉണർത്തിക്കൊടുക്കുമ്പോൾ സ്വീകരിക്കാൻ ബുദ്ധിയുണ്ടെങ്കിൽ ആ സംസാരത്തിന് എത്രമാത്രം വലിയ മഹത്വമുണ്ട്. ഇന്ന് നമ്മുടെ ഇടയിൽ, മുസ്ലിങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്. അതുകൊണ്ടാണ് ഈ ദുനിയാവിലെ ജീവിതം നല്ല നിലയ്ക്ക് രക്ഷപ്പെട്ടു പോകാൻ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു കാര്യം പറഞ്ഞപ്പോ, വിഷയം പറഞ്ഞപ്പോ ആദ്യം തന്നെ പറഞ്ഞതാണ്, ലിസലാമത്തി ദുനിയാ ഖിസാലുൻ അർബഉ ഗുഫറുൽ ലിജഹ്ലിൽ ഖൗമി മൻഉക തജ്ഹലാ. ഈ ദുനിയാവിലെ ജീവിതത്തിന് സലാമത്ത് വേണമെങ്കിൽ 4 കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായി ഒന്ന്, ജാഹിലീങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. ഈ ഖാലു സലാമൻ എന്ന് പറഞ്ഞാണത്. വിവരം കെട്ട ആളുകൾ പലതും വിളമ്പുമ്പോൾ നിനക്ക് കലി കയറും. ഇത്രയും വിവരം കെട്ട ആളായല്ലോ എന്ന് കരുതിയിട്ട് നീ നല്ലോണം ക്ഷമിക്കും. പടച്ചോനെ, അയാൾക്ക് നീ വിവരം കൊടുക്കുമെന്ന് പ്രാർത്ഥിക്കും. മൻഉക തജ്ഹല, അയാളൊരു വിവരക്കേട് പറയുമ്പോ നീ അതിലപ്പുറം പറയരുത്. നീ നിന്റെ വിവരക്കേട് കഴിവിന്റെ പരമാവധി തടയണം.
അറിയാത്തത് അന്വേഷിച്ചുകൊണ്ട് ഇൽമു നേടണം. അപ്പൊ ഏതൊരു വിഷയത്തെപ്പറ്റിയും ഒരു വ്യക്തമായ അറിവില്ലാതെ, ബോധ്യമില്ലാതെ സംസാരിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ദാസന്മാർ അങ്ങനെയാണ് അള്ളാഹുവിന്റെ അടിമകൾ ചെയ്യുക. വിവരം കെട്ട ആളുകൾ വന്ന് സംസാരിക്കുമ്പോൾ അവർ പറയും, ലാ നുജാഹിലുക്കും, നിങ്ങളോട് വിവരക്കേട് പറയാൻ ഞങ്ങളില്ല. വലാ ഖൈറ ബൈനന, നമുക്കിടയിൽ ഈ സംസാരത്തിന് ഒരു ഖൈറുമില്ല. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് നമ്മൾ പതുക്കെ സലാമത്താകാണ്. സലാമത്ത് പറയുന്ന സ്ഥാനത്ത് ഖാലു സലാമൻ എന്ന് പറഞ്ഞതാണ്. നമ്മൾ രക്ഷപ്പെടുകയാണ്. നിങ്ങൾ പറഞ്ഞ് സമ്മതിക്കാൻ നമ്മളില്ല, കാരണം നിങ്ങൾ പറയുന്നത് വിവരക്കേടാണ്. അതുകൊണ്ട് വേഗം അവിടെ നിന്നാലും വലിയ പ്രശ്നമാണ്. അത് കേട്ട് കൊടുക്കേണ്ടി വരുമല്ലോ. കേട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അതിൽ സമ്മതിച്ച ആളായിട്ട് കൂട്ടും. കേട്ട് കൊടുക്കാൻ നമുക്ക് പറ്റൂല. ഉടനെ നമ്മൾ പറയുന്നു സലാമൻ, നമുക്ക് സലാമുണ്ട്, നമ്മൾ പോകാം, അസ്സലാമു അലൈക്കും പറഞ്ഞു. ഒരു പക്ഷേ ഈ സലാം എന്ന വാക്കിന്റെ അർത്ഥസാധ്യത വിശദീകരിച്ചപ്പോൾ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യഹ്തമിലു അൻ യകൂന മുറാദുഹും ത്വലബുസ് സലാമത്തി വസ്സുകൂത്ത്. ഈ ഖാലു സലാമൻ എന്ന് സജ്ജനങ്ങൾ പറയുന്നതിന്റെ താല്പര്യം, ഉദ്ദേശ്യം ത്വലബുസ് സലാമത്തി, സലാമത്ത് തേടലും മൗനം പാലിക്കലും എന്ന് പറഞ്ഞാൽ മറുപടി പറയൂല. അങ്ങനെ ഒരു ശൈലി ഉണ്ടോ? ഉണ്ട്. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു സ്വീകരിച്ച ശൈലി അങ്ങനെയാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ചെറിയ പ്രായത്തിൽ തന്നെ കൂടുതൽ ശിഷ്യന്മാർക്ക് ദർസ് നടത്താനുള്ള തൗഫീഖ് അല്ലാഹു നൽകി. വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് വളർന്നു ഉയർന്നു വന്നപ്പോ ആ ഇൽമിന് വേണ്ടി ദാഹിക്കുന്ന ആളുകൾ നാടിന്റെ നാനാഭാഗത്തുനിന്ന് ഒഴുകാൻ തുടങ്ങി. എപ്പോഴും ആ വീടിന്റെ മുന്നിൽ ക്യൂ ആണ്. ഇൽമ അന്വേഷിച്ച് വരുന്ന വിജ്ഞാനദാഹികളെ കൊണ്ട് ക്യൂ ആണ്. അപ്പൊ ഇത് പിടിക്കാത്ത കുറച്ച് മനുഷ്യന്മാര്, കുറച്ച് ആലിമ്യങ്ങൾ അന്നുണ്ടായി. അതെല്ലാ കാലത്തും ഉണ്ടാവും. അത് നമ്മൾ ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതങ്ങനെയാണ് ലോകത്തെ സൃഷ്ടിപ്പ്. അന്നുണ്ടായി. അവര് മറ്റൊരു ഭാഗത്ത് ഇമാം ഷാഫി റളിയല്ലാഹുവിനെതിരെ കരുക്കൾ നീക്കി. എന്തെല്ലാം പറഞ്ഞു എന്നറിയോ? ഇതിങ്ങനെ അങ്ങനെ കേട്ടിട്ട് ശിഷ്യന്മാർക്ക് പിരിവിരിയുള്ള സ്വാഭാവികമായിട്ടുണ്ടാകുമല്ലോ. ശിഷ്യന്മാർ പുറത്തിറങ്ങുമ്പോ ഷാഫി ഇമാം റളിയല്ലാഹുവിനെ പറ്റിയിട്ട് ചിലര് പറയാ, ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി എന്തോ ഒരു പൊടിക്കൈ ചെയ്ത് പ്രവർത്തിക്കാണ് അവിടെ ഇമാമുന ഷാഫി റളിയല്ലാഹുവിനെ പറ്റി. ഒരു കറാഹത്ത് പോലും കണ്ടെടുക്കാൻ കഴിയാതെ സൂക്ഷ്മ ജീവിതം നയിക്കുന്ന മഹാനവർകളെ പറ്റിയിട്ട് ഹസദ് മൂത്തിട്ട് ഒരുപാട് വിവരക്കേട് വിളമ്പാണ്. സഹി കെട്ടപ്പോ ശിഷ്യന്മാര് വന്ന് ചോദിച്ചു, അല്ല ഉസ്താദെ, എന്തെങ്കിലുമൊക്കെ ഒരു മറുപടി പറയണ്ടേ? ഖാലൂ സകത്ത വഖദ് ഖുസിംത ഖുൽതു ലഹും ഇന്നൽ ജവാബ ലിബാബി ശർരി മിഫ്താഹു. ശിഷ്യന്മാര് വന്നിട്ട് പറഞ്ഞു, സക്കത്ത ഉസ്താദെ, നിങ്ങൾ സുക്കൂത്തായി നിൽക്കാണോ, മൗനം പാലിക്കാണോ? വഖദ് ഖുസിംത, നിങ്ങളെ വിഷയത്തിലല്ലേ ജനങ്ങൾ ഇവിടെ തർക്കിക്കുന്നത്. എന്തെല്ലാമാണ് ആളുകൾ പറയുന്നത്. മുഹിബ്ബീങ്ങളത് കേൾക്കുമ്പോ രോഷം കൊള്ളുകയാണ്. നിങ്ങളൊന്ന് എന്തെങ്കിലും ഒരു മറുപടി പറയണം. ഷാഫി ഇമാം തങ്ങൾ പറയാണ്, ഞാൻ അവരോട് പറഞ്ഞു, ഇന്നൽ ജവാബ ലിബാബി ശർരി മിഫ്താഹു. മറുപടി പറയുന്നത് കൂടുതൽ നാശത്തിന്റെ കവാടങ്ങൾക്കുള്ള താക്കോലാണ്. ഇപ്പൊ നല്ലതെന്താണെന്നറിയോ? മൗനം പാലിക്കലാണ്. അതാ ഞാൻ പറഞ്ഞത്, ഖാലു സലാമിന്റെ ഒരു വശം അങ്ങനെ ഉണ്ട്. മറുപടി പറയണ്ട, അവര് മനസ്സിലാക്കട്ടെ. മനസ്സിലാകുന്ന കാലത്തോളം അവർക്ക് മുന്നോട്ട് പോകാം. പിന്നെ അവർക്ക് തിരിയും, വിഷയങ്ങൾ നന്നായി മനസ്സിലാകും. ഹസദ് മൂത്തിട്ട് ഒരു പണ്ഡിതൻ സദസ്സ് കെട്ടി ദുആ ചെയ്തു പോയി, അല്ലാഹുവേ ഷാഫി ഇമാം തങ്ങളെ നീ പെട്ടെന്ന് മരിപ്പിക്കണം, അല്ലെങ്കിൽ മാലിക് ഇമാമിന്റെ ഇൽമു പോയി പോകും. ഇമാം മാലിക്കിന്റെ ഇൽമു പോകൂല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ 10 കൊല്ലത്തെ ശിഷ്യനാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു. പിന്നെ എങ്ങനെ ഉസ്താദിന്റെ ഇൽമു ഈ ശിഷ്യൻ പറയാതെ? ഹസദ് മൂത്തിട്ട് എന്ത് ദുആ നിങ്ങൾ നോക്കി. സദസ്സ് സംഘടിപ്പിച്ചിട്ട് രോഗം മാറാൻ ദ്വേർക്കലുണ്ട്, ബർക്കത്തുണ്ടാകാൻ ദ്വേർക്കലുണ്ട്, ഖൈറുണ്ടാകാൻ ദ്വേർക്കലുണ്ട്, മഴ പെയ്യാൻ ദ്വേർക്കലുണ്ട്, രോഗം മാറാൻ. ഇതെന്ത് ദുആ? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ മൗത്താക്കണം എന്നൊരു ആലിം ദ്വേർക്കുക. എന്താ അതിന്റെ ലക്ഷ്യം? നിറങ്ങൾ
ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മൗത്താകുമ്പോ ആ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വന്നോളും. അപ്പൊ പിന്നെ നല്ലൊരു സ്ഥാനം, നല്ല ഒരു പ്രശസ്തിയൊക്കെ ജനങ്ങൾക്കിടയിൽ കിട്ടിയിട്ട് ഒരു നമ്പർ 1 ആയി ജീവിക്കാം. പക്ഷേ ആ ദ്വാരുന്ന മനുഷ്യൻ, ഹസദ് മൂത്ത് ദ്വാരുന്ന ആള് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോഴേക്ക് രോഗഗ്രസ്തനായി കിടന്നു. 18 ദിവസം മാത്രമേ പിന്നെ ജീവിച്ചുള്ളൂ. ഇതൊക്കെ കാണുന്ന മേലായ റബ്ബില്ലേ, അവനല്ലേ ഇതൊക്കെ കണക്കൂട്ടുന്നത്? ആളുകളല്ലല്ലോ ഇതിന്റെ ഒന്നും കണക്കിന്റെയും കൃത്യതയുടെയും ആള് അള്ളാഹു അല്ലേ. എന്താണ് ഓരോരുത്തർ ലക്ഷ്യം എന്ന് അള്ളാഹു വായിക്കൂലേ? അതാണ് ഷാഫി ഇമാം റളിയല്ലാഹുവിനോട് പോയിട്ട് നിങ്ങൾ മരിക്കാൻ വേണ്ടി ഇങ്ങനെ ദ്വാരക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഷാഫി ഇമാം റളിയല്ലാഹുവിന് ചിരിച്ചു. നിങ്ങൾ നോക്കുക, അവരൊരു സഹനം എത്ര വലിയ സഹനാണ്. ഞാൻ മരിക്കാൻ വേണ്ടി ഓൻ ദ്വാരക്കെ എന്നാ ഓനെ കൊല്ലണം എന്നല്ല. ഷാഫി ഇമാം റളിയല്ലാഹു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തമന്നാ ഉനാസുൻ അൻ അമൂത വഇൻ അമുത് ഫതിൽകാ സബീലുൻ ലസ്തു ഫീഹാ ബിഔഹദീ. ചില മനുഷ്യന്മാര് ഞാനൊന്ന് മരിച്ചു കിട്ടണം എന്നിങ്ങനെ ആഗ്രഹിക്കാണ്. പക്ഷേ ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി, വല്ലാത്തൊരാഗ്രഹം തന്നെ. ഞാനങ്ങനെ മരിച്ചാലും മരണം എനിക്ക് മാത്രമുള്ളല്ലോ, റൂട്ടല്ലല്ലോ. ഫതിൽക സബീലുൻ ലസ്തു ഫീഹാ ബിഔഹദീ. ഞാൻ ഒറ്റക്കല്ലല്ലോ ആ റൂട്ടില്, എല്ലാരും മരിക്കൂലേ, പിന്നെ എനിക്ക് മാത്രം അങ്ങനെ ഒന്ന് കൊതിക്കുന്നതിൽ പ്രസക്തി ഇല്ലല്ലോ. അതാണ് ഷാഫി ഇമാം തങ്ങൾ ചിന്തിച്ചത്. ഇതെന്തൊരാഗ്രഹമാണ്. കാരണം എനിക്ക് മാത്രം പറ്റുന്നതാണെങ്കിൽ ആ ആഗ്രഹത്തിന് കഴമ്പുണ്ട്. ഇത് അവരും സ്വീകരിക്കേണ്ട ഒരു കാര്യല്ലേ, അവർക്കും വന്നെത്തൂലേ. അതുകൊണ്ട് അതിന് യാതൊരു കഴമ്പില്ല. അങ്ങനെ ഷാഫി ഇമാം തങ്ങൾ അവജ്ഞയോടെ തള്ളി. ഇവിടെ നിങ്ങൾ നോക്ക്, ശിഷ്യന്മാര് വന്നിട്ട് ഉസ്താദേ മിണ്ടാതിരിക്കാണോ? മിണ്ടാതിരിക്കലാണ് ഇപ്പൊ നല്ലത്. ഇന്നൽ ജവാബ ലിബാബി ശർരി മിഫ്താഹു. ഷാഫി ഇമാം തങ്ങൾ ഒരു മറുപടി പറഞ്ഞാൽ പിന്നെ ആ വിവരക്കേട് പറയുന്ന ആൾ അതിനപ്പുറം പറയും. പിന്നെ മറുപടി പറഞ്ഞാൽ അതിലപ്പുറം പറയും. അപ്പൊ ഒരു പക്ഷേ രണ്ടാമത്തോണ്ടോ മൂന്നാമത്തോണ്ടോ ഇസ്ലാമിന്റെ ബൗണ്ടറി നിന്ന് പുറത്തു പോകും. അതാ ഇസ്ലാമിന്റെ ബൗണ്ടറി നിന്ന് അവർ പുറത്തു പോവും. അതുകൊണ്ട് മഹാനവർകൾ അവരെ സലാമത്താണ് ഉദ്ദേശിച്ചത്. ഒരു രക്ഷപ്പെട്ടോട്ടെ. നമ്മൾ പറയാൻ പോയാൽ ഇനി അതിന് അപ്പുറം പറയും. ഇനി എന്താ മറുപടി? ആദ്യം തന്നെ പറഞ്ഞു നോണേ, കാരണം ഇതിന് ഒരു പ്രശ്നമില്ലല്ലോ. അതിലപ്പുറം പറയും. അപ്പുറം പറയുമ്പോ ഒരു ആലിമിനെ ഈ രൂപത്തിൽ അപഹസിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോ ആ പരിഹാസം വിദ്ദത്തിന്റെ തലത്തിലേക്ക് പോകും. അപ്പൊ ഒരു മുർത്തദ്ദായി പോകും, മതത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോകും. അതിനേക്കാളും നല്ലത് അവർക്കും സലാമത്ത് വിചാരിക്കുക, അവർക്കും രക്ഷ വിചാരിക്കുക. തൊലബുസ് സലാമത്തി വസ്സുകൂത്ത് ഖാലൂ സലാമൻ എന്ന് പറഞ്ഞാൽ അവർക്കും രക്ഷ വേണം. എന്നിട്ട് മൗനം പാലിക്കുക, അവർ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട്. അതിന് മറുപടി പറയണ്ട. അർഹിക്കുന്നതിനല്ലേ മറുപടി പറയേണ്ടുള്ളതിന് പറയണ്ട. എന്നിട്ട് മഹാനവർകൾ പറഞ്ഞു, വസ്സംതു അൻ ജാഹിലിൻ ഔ അഹ്മഖിൻ ശറഫു വഫീഹി ഐളൻ ലിസൗനിൽ ഇർളി സുലാഹു. അതേ സമയത്ത് അന്നത്തെ ഏതെങ്കിലും വിദേഹത്തുകാർ ദീനെ വളച്ചൊടിക്കുകയാണെങ്കിൽ നോക്കിക്കൂലട്ടോ, അവിടെ ഉണ്ടാക്കൂല. അവിടെ അക്ഷരം പ്രതികരിക്കും. അതിൽ 4 ഇമാമിയങ്ങളും അതിൽ വളരെ മുൻപന്തിയിലുള്ളവരാണ്. വളരെയധികം ശക്തമായിട്ട് ജഹ്മിയ എന്ന് പറയുന്ന ഒരു വിദേഹത്തുകാരെ, ഒരു പാർട്ടിയെ നഖശികാന്തം എതിർത്ത് അവരെ വാദങ്ങളെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിച്ച മഹാനാണ് ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് സ്വഹീഹുൽ ബുഖാരിയിൽ പോലും അങ്ങനത്തെ ഒരു അധ്യായം വന്നത്. ബാബുർ റദ്ദി അലൽ ജഹ്മിയ്യത്തി. പഴയ കാലത്ത് ജീവിച്ച ജഹ്മിയ്യത്തി എന്ന കക്ഷികളുടെ വാദങ്ങൾക്കുള്ള മറുപടി. അത് ഇനിയും പഠിക്കണം, കാരണം പേര് മാറിയിട്ട് അതേ വാദക്കാർ ഇനിയും വരും. വാദ തന്നെയാണ്, പക്ഷെ പേര് വേറെയാണ്. അതുകൊണ്ട് ഇനിയും പഠിക്കണം. അതിലാണ് ഇമാമിങ്ങൾ ആ മറുപടിയും ആ ചോദ്യമൊക്കെ പിന്നെയും ഇങ്ങനെ ആവർത്തിക്കുന്നത്. അവരൊക്കെ ഇങ്ങനെ പതുക്കെ മൂലക്കരുന്ന് കരുതണ്ട, പൊടി തട്ടിയിട്ട് പുതിയ മോഡലിൽ വരും. അതങ്ങനെയാണ്, ഓരോ കാലത്തും അതിന് പരിഷ്കാരങ്ങൾ വരും. സത്യത്തിൽ നോക്കുമ്പോ ഒക്കെ വിദേഹത്തായിരിക്കും, നിറം മാറിയിട്ടുണ്ടാവുന്നേ ഉള്ളൂ. അസ്തമിച്ചു എന്ന് കരുതാൻ പാടില്ല, ഇനിയും വരും. ഇനി പുതിയ എത്ര മോഡലിൽ വരും. അപ്പൊ സഹോദരങ്ങളെ, ദീനിനെതിരായിട്ട് വല്ല ആളുകളും കക്ഷികൾ ചേർന്ന് കൂട്ടം ചേർന്നിട്ടാണ് പറയുന്നതെങ്കിൽ അവിടെ നോക്കി നിൽക്കൂല. വ്യക്തിപരമായിട്ട് അവരെന്തോ പറഞ്ഞു, അതുപോലെ പറഞ്ഞോട്ടെ.
അതവിടെ അതാണ് ഉലമാഇന്റെ പണി. വസ്സംതു അൻ ജാഹിലിൻ, വിവരക്കേട് പറയുന്നവരിൽ നിന്ന് മൗനം പാലിക്കൽ. ഔ അഹ്മഖിൻ, ബുദ്ധിയില്ലാത്ത പൊട്ടൻ ആലിമീങ്ങളെ പറ്റിയും സയ്യിദന്മാരെ പറ്റിയും വാദോരാതെ പറയും, അവന് മറുപടി പറയാതിരിക്കൽ ഷറഫുൻ, മറുപടി പറയാതെ മൗനം പാലിക്കലാണ് മഹത്വം. വഫീഹി ഐളൻ ലിസൗനിൽ ലിർളി സുലാഹു, ഇതിനു പുറമെ അഭിമാനത്തെ സംരക്ഷിക്കുക കൂടിയുണ്ടതിൽ. അഭിമാനം കാക്കാനും മൗനം പാലിക്കലാ നല്ലത്. കാരണം മറുപടി പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിലപ്പുറം പറയും, പിന്നെ പറഞ്ഞാൽ പിന്നെ അതിലപ്പുറം പറയും. അങ്ങനെ ചില ആൾക്കാർ പറഞ്ഞല്ലോ, ഇപ്പോഴും പറയുന്നുണ്ട്, ഔലിയാക്കളൊക്കെ ഞങ്ങളോട് ഭയങ്കര സ്നേഹവും മഹബത്താണ് ഔലിയാക്കൾക്ക്, അതുകൊണ്ടാണ് മക്കാമുകളൊക്കെ ഞങ്ങളെ കയ്യിൽ എന്നൊരു കൂട്ടം ആൾക്കാർ പറയാം. അപ്പം നമ്മൾ പറയാണ് അൽഹംദുലില്ലാ, അള്ളാഹ് വലിയ അനുഗ്രഹം ചെയ്ത്. കാരണം അത് നിങ്ങളെ കയ്യിലല്ല, വേറൊരു കൂട്ടരുടെ കയ്യിലാണെങ്കിൽ നിങ്ങൾ നേരെ തുറന്നു പറയും ഓരൊന്നും ഔലിയാക്കളല്ല. നിങ്ങളെ കയ്യിലല്ലെങ്കിൽ എന്ത് പറയുന്നത്, അവരൊന്നും ഔലിയാക്കളല്ല. അപ്പൊ നിങ്ങൾ ദീനിന്ന് പുറത്തു പോകും. അപ്പൊ അതിനേക്കാൾ നല്ല ദീൻ നിങ്ങളവിടെ നിന്നോട്ടെ, നിങ്ങളെ കയ്യിലാണെങ്കിലും ശരി വേറെ ആരുടെ കയ്യിലാണെങ്കിലും ശരി അവിടെ നിന്നോട്ടെ എന്ന് കരുതിയിട്ട് അള്ളാഹു വെച്ച ഒരു തീരുമാനമാണ്. എത്ര വലിയ തീരുമാനം നോക്ക് നിങ്ങൾ. അതാരോ കയ്യിലായിക്കോട്ടെ, അതങ്ങനെ നടന്നു പോയിക്കോട്ടെ, കുഴപ്പമെന്താ? അല്ലെങ്കിൽ ഔലിയാക്കൾ എതിർക്കും, ആളുകൾ എതിർക്കും, അതിനൊന്നും മടി ഉണ്ടാകൂല. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അന്നത്തെ കാലത്ത് അംഗീകരിക്കുന്ന ആളുകൾ നിങ്ങൾ നോക്ക്, എല്ലാവരും ഏകകണ്ഠമായി അംഗീകരിക്കുന്ന മഹാനാണ്. ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ഇൽമിന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്നവരാണ് അന്നത്തെ പല ആലിമീങ്ങളും. ചോദ്യം ചോദിച്ചിട്ട് ഷാഫി ഇമാം റളിയല്ലാഹുവിനെ വട്ടം കറക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു, പക്ഷേ നടന്നില്ല. ഹാറൂൻ റഷീദിന്റെ കൊട്ടാരത്തിൽ ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെയും അബൂ ഹനീഫ ഇമാം റളിയല്ലാഹുവിന്റെ ശിഷ്യന്മാർ തമ്മിൽ ഒരു മുനാദറ സംഘടിപ്പിച്ചു, സംവാദം. തോൽപ്പിക്കാനല്ല, അവിടുന്ന് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കുക, ഉത്തരം പറയാം, ഇവിടെ നിന്ന് അങ്ങോട്ട് ചോദ്യം ചോദിക്കുക, ഉത്തരം പറയാം, ഹക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള മുനാദറ. ഒരു കൂട്ടരെ തോൽപ്പിച്ചിട്ട് മറ്റേ കൂട്ടർ കൂക്കാനോ ചാടാനോ ഒന്നുമല്ല. ഈ സന്ദർഭത്തിൽ ഷാഫി ഇമാം റളിയല്ലാഹുവിന് കൊടുക്കുന്ന മറുപടി കണ്ടിട്ട് ഹാറൂൻ റഷീദ് എന്ന രാജാവ് അന്തം വിട്ടുപോയി. ഹാറൂൻ റഷീദ് പറഞ്ഞു, നിങ്ങൾ ഈ കൊടുക്കുന്ന മറുപടി കണ്ടപ്പോ എനിക്കൊരു ഹദീസാണ് ഓർമ്മ വന്നത്. ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ, ഭൂഗോളമാകെ ഇൽമു നിറക്കുന്ന ഒരു ഖുറൈശ് പണ്ഡിതൻ വരുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളാണ്. കാരണം നിങ്ങളെ ഇൽമിൽ നിന്നാ ഞാനത് മനസ്സിലാക്കുന്നത്. എത്ര ഗൗരവമുള്ള ചോദ്യങ്ങളാ ചോദിക്കുന്നത്. സിമ്പിൾ ആയിട്ടല്ലേ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നത്. എന്നാ അപ്പുറത്തിരിക്കുന്ന അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ ശിഷ്യന്മാരോട് അതിരറ്റ സ്നേഹവും ബഹുമാനവുമാണ് ഷാഫി ഇമാം തങ്ങൾക്ക്. അവരെ ഒരു മജ്ലിസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാം തങ്ങൾ അവിടെ പോയിരിക്കും, അവർ പറയുന്ന ഇൽമു കേൾക്കാൻ വേണ്ടിയിട്ട്. ബഗ്ദാദിൽ 4 കൊല്ലം താമസിച്ചപ്പോ രാവിലെയും ഉച്ചക്കും എന്താ പണി? അബൂ ഹനീഫ തങ്ങളുടെ ശിഷ്യന്മാരെ ദർസ് എവിടെ നിന്ന് അന്വേഷിക്കും, എന്നിട്ട് അവിടെ പോയിരിക്കും. ഇമാം ഷാഫി തങ്ങളുടെ ഒരു വിനയം നോക്ക് നിങ്ങൾ. ഞാൻ അത്യാവശ്യം 10 കൊല്ലം ഓതിക്കണം, ഞാൻ അവിടെ ഒന്നും പോണ്ടെന്നല്ല, അവിടെ പോയിരിക്കും. എന്നിട്ട് അവരിൽ നിന്ന് കിട്ടുന്ന ഇൽമുകളൊക്കെ പകർത്തും, ഹദീസൊക്കെ പകർത്തും, അത് ഹിഫ്ളാക്കും. എന്തെങ്കിലുമൊക്കെ സംശയം വന്നാൽ പതുക്കെ ഒരു ചോദ്യം ചോദിക്കും. അതിൽ പ്രഗത്ഭന്മാരായ ശിഷ്യന്മാരവിടെ ഉണ്ട്. അബൂ ഹനീഫ തങ്ങളുടെ ശിഷ്യനാണ് ഇമാം അബൂ യൂസുഫ് റഹ്മഹുല്ലാ, ഇമാം മുഹമ്മദ് ബിൻ ഹസൻ റഹ്മഹുല്ലാ. രണ്ടുപേരും പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ്. അവരെ സദസ്സിലൊക്കെ പോയിട്ട് ഷാഫി ഇമാം റളിയല്ലാഹുവിനെ ചോദ്യം ചോദിക്കുമ്പോൾ ശിഷ്യന്മാർക്ക് വലിയ രസമാണ്. കാരണം ആ ചോദ്യത്തിന്റെ പിന്നിൽ ഒരുപാട് വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് പഠിക്കാണ്ടാവും. അപ്പൊ മുന്നിലിരിക്കുന്ന ശിഷ്യന്മാര് വിചാരിക്കും ഷാഫി ഇമാം തങ്ങൾ ചോദ്യം ചോദിച്ചെങ്കിൽ, അപ്പൊ അപ്പുറത്തുനിന്ന് മറുപടി വരും. ആ മറുപടിക്ക് പിന്നെ ഉപചോദ്യം പോകും, അതിന് പിന്നെയും മറുപടി വരും. തിരിച്ചിങ്ങോട്ട് ചോദ്യം ചോദിക്കും, അതിന് ഇവിടുന്ന് മറുപടി വരും. ഇത് ഇൽമിന്റെ ഈ ഒരു ചർച്ചയിൽ ഇങ്ങനെ ലയിച്ച് ആ ശിഷ്യന്മാർക്ക് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാകും. രണ്ടും 2 ഇമാമിങ്ങളാണെങ്കിലും രണ്ടാളുകളും തമ്മിൽ എതിർപ്പുണ്ടോ? ഇല്ല. ബഹുമാനത്തിന് കുറവുണ്ടോ? ഇല്ല. സ്വീകരണത്തിനും അനുസരണത്തിനും കുറവുണ്ടോ? ഇല്ല. എല്ലാവരും നല്ല ബഹുമാനമാണ്. ഷാഫി ഇമാം തങ്ങളെ സ്വീകരിച്ച നയമാണ് റാസി ഇമാം റളിയല്ലാഹു അൻഹു ഇവിടെ ആദ്യം പറയുന്നത്. മറുപടി പറഞ്ഞിട്ട് അവിടെ കാര്യമായിട്ട് വിജയം നേടൂല, അല്ലെങ്കിൽ നമ്മൾ മറുപടി പറഞ്ഞാൽ അതിലപ്പുറം പറയും ജാഹിലീങ്ങളെങ്കിൽ നല്ലത് മൗനം പാലിക്കലാണ്. എന്നിട്ട് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരോട് പറഞ്ഞു, നല്ലത് അതാന്നുള്ളതിന് വേറെ തെളിവും കൂടി പറഞ്ഞിരങ്ങൊക്കെയാണ്.
വൽകൽബു യുഖ്സാ ലഅംരി വഹിയ നബ്ബാഹു. മിണ്ടാത്തൊരു ജീവിയുണ്ട് കാട്ടില്, അത് അധികമൊന്നും മിണ്ടൂല, ആനയെപ്പോൽ പോലും ശബ്ദിക്കൂല. സിംഹാണല്ലോ അത്, എല്ലാവർക്കും അതിനെ പേടിയാണ്. ഇവിടെ ഒരു പുലി ഇറങ്ങിയെന്നുള്ള ഒരു ചിത്രം നമ്മുടെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒരാൾ വാട്സാപ്പിലൂടെ വിട്ടാൽ ആരോ പോവോ? ഇവിടെ കട തുറക്കുവോ? അതെങ്ങാനും വെള്ളിയാഴ്ച ആണെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ടാവും ജുമാക്ക് പോകാൻ. പേടിയല്ലേ, ആൾക്കാർക്ക് പേടി. കാരണം ശരിയായി കണ്ടു നോക്കുമ്പോൾ ശരിയാണ്, നമ്മളെ പ്രദേശമാണ്, ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെന്ന് കിട്ടി, പടച്ചോനെ ഏത് ഭാഗത്താണ്ടാകുക. എന്നാ പിന്നെ ആ ജീവി സദാസമയത്തും ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുവോ? ഇല്ലല്ല, എപ്പോഴെങ്കിലും ഒന്ന് ശബ്ദിക്കും കാര്യഗൗരവത്തോടെ. അതിനെല്ലാവർക്കും പേടിയാണ്. അതിങ്ങനെ മൗനായി നിൽക്കുന്നുണ്ട്. അതിനെ പടച്ചോനെ സിംഹാണത്. മൃഗശാലയിൽ പോയി നോക്കുമ്പോഴും പല ജീവികളെ കണ്ടാലും ആനയെ കണ്ടാലും സിംഹാണത്. സിംഹാണ് എന്ന് പറയുമ്പോഴേക്കന്നെ എല്ലാവരും കണ്ടില്ലേ നിങ്ങളൊരു പേടി. വഹിയ സ്വാമിത്വത്തിന് ഒച്ചപ്പാടുണ്ടാക്കുന്നില്ല, ഒന്നുമില്ല, തൊള്ള തുറക്കുന്ന പോലുമില്ല. എന്നാ അത്ര പേടിയുണ്ടോ? താഴെ കാണാൻ വേറൊരു സാധനം തൊള്ള ഇങ്ങനെ തുറന്നിട്ട് നിൽക്കുന്ന ഒരു സാധനം കാണാം, മുതല. അത് ചിലപ്പോഴൊക്കെ തൊള്ള ഇങ്ങനെ തുറക്കും, അതിനെ കാണുമ്പോൾ അത്ര പേടിയില്ലല്ലോ. അത് സിംഹത്തിനെക്കാളും വലിയ തടിയുള്ള ജീവിയല്ലേ ആന. ആനയെ കാണുമ്പോൾ അത്ര പേടിയില്ലല്ലോ. ചിലപ്പോഴൊക്കെ നാട്ടിൽ ആന വന്നാൽ കുട്ടികൾ ഇങ്ങനെ ബാക്കിൽ പോയി വെക്കും, ആനയെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടി അടുത്ത് ആനയൊന്നും ഇങ്ങനെ തൊട്ട് വെക്കും, ആന എന്തെങ്കിലും ചെയ്യുമോ? ആ സിംഹത്തിന് അങ്ങനെ ആരും തൊട്ട് വെക്കുവോ? സിംഹത്തിനെ കാണുമ്പോഴേക്ക് എന്തൊരു പേടിയാ. അപ്പൊ സിംഹത്തിന്റെ സ്വഭാവം എന്താ? ആവശ്യത്തിന് മാത്രം എപ്പോഴെങ്കിലും ഒന്ന് തുറക്കണമെങ്കിൽ തൊള്ള തുറക്കാം. മിക്ക സമയത്തും വഹിയ സ്വാമിത്വത്തുൻ മൗനിയ. അതേ സമയത്ത് സർവ്വസമയത്തും ഒച്ചുണ്ടാക്കുന്ന ഒരു ജീവിയുണ്ട്, വൽകൽബു യുഖ്സാ. നായനെ കണ്ട നായ ഓടിപ്പോയി. കുരക്കുന്ന നായ ആൾക്കാർ എന്തെങ്കിലും ചെയ്യുമെന്ന് എഴുതിയിട്ട് ആട്ടല്ലേ. അക്കുരക്കുന്ന നായക്ക് വല്ല വിലയുണ്ടോ? സദാസമയത്തും അത് ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? അതുകൊണ്ട് ജാഹിലീങ്ങൾ അങ്ങനെ പറഞ്ഞോട്ടെ, അവര് രണ്ടാമത് പറഞ്ഞ ജീവിന്റെ സ്ഥാനം സ്വീകരിച്ചോട്ടെ. ഞാൻ ആ സ്ഥാനമല്ല സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതേ, സ്വാമിത്തായിട്ട് നടക്കുന്ന, മൗനമായി നടക്കുന്ന മാർഗം സ്വീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിൽ മുൻഗാമികൾക്ക് കൂടി ഒരു മാതൃക ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വെക്കുന്നുണ്ട്. ആരോപണങ്ങളെ പട്ടിക അയച്ചില്ലേ ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹക്കെതിരെ? ശത്രുക്കൾ വന്ന് ബത്ലഹേമിന്റെ മുകളിൽ, ഒരു കുന്നാണ് സഹോദരങ്ങളെ ബത്ലഹേം എന്നത്. ഇന്ന് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്, പഴയ കാലത്തൊന്നുമില്ല. കാരക്കത്തോട്ടം നിറഞ്ഞൊരു കുന്നാണ്. ആ കുന്നിന്റെ മേലെ ഒറ്റക്ക് താമസിക്കുമ്പോഴാണ് അള്ളാഹു കുഞ്ഞിനെ നൽകിയത്. ജനങ്ങൾ താഴ്ന്ന് മുകളിലേക്ക് ഓടിക്കൂടിയിട്ട് യാ മറിയം ലഖദ് ജീതി ശൈഅൻ ഫരിയാ, മറിയമേ എന്തൊരു അത്ഭുതകരമായ സംഗതിയാ നീ ചെയ്തത്. മാ കാന അബൂകി ഇംറഅസൂഇൻ, നിന്റെ ബാപ്പൊരു മോശക്കാരനല്ലല്ലോ. വമാ കാന ഉമ്മുകി ബഗിയ്യാ, നിങ്ങളെ ഉമ്മ വേശ്യാവൃത്തി ചെയ്യുന്ന ഉമ്മയല്ലല്ലോ. പിന്നെ എവിടുന്നാണ് ഈ കുട്ടി എന്ന് പറയണം? ബാപ്പനെയും ഉമ്മനെയും ഒക്കെ പറഞ്ഞിട്ടും മഹദിയുടെ തീരുമാനം എന്താണ്? അതല്ലേ വിജയിച്ചത്. ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ ഫലൻ നുകല്ലിമൽ യൗമ ഇൻസിയാ. ആര് വന്ന് ചീത്ത പറഞ്ഞാലും, ആര് വന്ന് തോന്നിവാസം പറഞ്ഞാലും, ആര് വന്ന് അനാവശ്യത്തിന്റെ പടക്കം പൊട്ടിച്ചാലും ഞാനൊന്നും മിണ്ടണ്ടാന്ന് തീരുമാനിച്ചു കഴിഞ്ഞു, നേർച്ചയാക്കി കഴിഞ്ഞു. ഒരൊറ്റ ഇൻസാനും മറുപടി പറയാനില്ല. അതുകൊണ്ടല്ലേ വലിയ വിജയം കിട്ടിയത്, അവരെ മുഴുവനും ഇരുത്തി ചിന്തിപ്പിക്കുന്ന വിജയം കിട്ടിയത്. തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയല്ലേ സംസാരിച്ചത്. ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ വജഅലനി മുബാറകൻ ഐനമാ കുന്തു വൗസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. നിങ്ങൾ എന്റെ ഉമ്മാനെ ആക്ഷേപിക്കരുത്. ഓ ജനങ്ങളെ, ഞാനൊരു ജാരസന്താനമല്ല, ഞാനൊരു ദൈവത്തിന്റെ അവതാരമല്ല, ദൈവത്തിന്റെ പുത്രനല്ല, ദൈവത്തിന്റെ സങ്കല്പവുമല്ല. ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. നിങ്ങൾ എന്റെ ഉമ്മാനെ ആക്ഷേപിച്ചില്ലേ? ആ ആക്ഷേപം നിങ്ങൾ തിരുത്തണം. ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ, ഞാനൊരു സാധാരണ നിങ്ങളെ പോലെ അടിമയാണെന്ന് കരുതരുത്. അള്ളാഹു എനിക്ക് കിതാബ് നൽകി കഴിഞ്ഞു, എന്നെ നബിയാക്കി അള്ളാഹു നിശ്ചയിച്ചു കഴിഞ്ഞു.
നിസ്കാരവും സക്കാത്തും കൊണ്ട് അള്ളാഹു എന്നോട് കൽപ്പിച്ചു കഴിഞ്ഞു. മൗനം പാലിച്ചപ്പോൾ അള്ളാഹു തആല കൊടുത്ത വിജയം എത്ര വലിയ വിജയമാണ്. ഇനി ശത്രുക്കൾക്ക് ഇനി എന്തെങ്കിലും ചോദിക്കാണ്ടോ? ഇനി എന്തെങ്കിലും പറയാണ്ട് അവർ മാപ്പപേക്ഷിച്ചു. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് മാപ്പാക്കാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ദ്വാരക്കണമെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരണമെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ വീടുണ്ടാക്കി തരാന്ന് പറഞ്ഞു. മറിയം ബീവി പറഞ്ഞു എനിക്ക് വീടൊന്നും വേണ്ട, നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞു. അന്നേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു, വീടൊന്നും കെട്ടിത്തരാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ നോക്ക്, ആ മൗനം കിട്ടിയ വിജയത്ര. അതാണ് ഇവിടെ സ്വീകരിച്ച ശൈലി. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു സ്വീകരിച്ച ശൈലി അതാണ്. ഇനി രണ്ടാമത്തെ ശൈലിയുണ്ട്. അതെന്താണ്? അത്തംബീഹു മുറാദുഹും അത്തംബീഹു അലാ സൂഇ ത്വരീഖതിഹിം ലികൈ യംതനിഉ. അവര് പറഞ്ഞ ഭാഷ ശരിയല്ല, അവര് പറഞ്ഞ വർത്തമാനം ശരിയല്ല എന്ന് പറഞ്ഞവരെ തിരുത്തിയിട്ട് നന്നാക്കണം. അതിനാ ഞാൻ നേരത്തെ പറഞ്ഞത്, അത് പടുജാഹിലുകളാണെങ്കിൽ കഴിയൂല. പറഞ്ഞു കൊടുത്താ തിരുത്താൻ മനസ്സുണ്ടെങ്കിൽ ഇതവിടെ നടക്കും. ഖാലു സലാമ. അതിന്റെ മറ്റൊരു വ്യാഖ്യാനമാണ് പറയുന്നത്, നല്ലോണം ഉപദേശിച്ചിട്ട് അവരതിൽ നിന്ന് മാറ്റുക, നന്നാക്ക. മേലാൽ അങ്ങനത്തെ വാക്കവർ പറയാത്തൊരവസ്ഥയിലേക്ക് അവരെ മാറ്റും. ലിക്കൈ യംതനിഉ. ഇനി അവരിങ്ങനെ പറയാതെ, ഇനി അവരിങ്ങനത്തെ വിഷയത്തിലേക്കൊന്നും വരാതെ നന്നായി തടസ്സം ചെയ്തു നിൽക്കണം. അവരെ തടയണം. തടയാൻ വേണ്ടി അവരെ ശൈലി ശരിയല്ല എന്ന് ഉണർത്തി കൊടുക്കണം. നിങ്ങളെ പറഞ്ഞ ശരിയല്ല, അതിന്റെ സത്യം എങ്ങനെയാണ്, ഞാൻ അതിന്റെ അനുഭവസ്ഥനാണ്, ഇയാളുണ്ട് ഇവരൊക്കെ ഉണ്ട്, ചോദിച്ചോളൂ ശരിയായ മാർഗം. അങ്ങനെ കണ്ടോ, എന്നാ ഞാൻ തിരുത്തി, ഞാൻ ഇന്ന് മാറി. അങ്ങനെ തിരുത്താൻ അത് കുറച്ചൊക്കെ ഇരുമ്പ് വേണം. പറ്റ ജാഹിലായത് കഴിയൂല. തിരുത്താൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ തിരുത്തലും ഖാലു സലാമൻ. അതാണ് എല്ലാ സമയത്തും ഒരുപോലെയല്ല, എല്ലാ വ്യക്തികളും ഒരുപോലെയല്ല, എല്ലാ നാട്ടുകാരും ഒരുപോലെയല്ല. ഇത് പറഞ്ഞു കൊടുത്താൽ തിരിച്ച് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടാകും, അവരെ തിരുത്തണം, പറഞ്ഞു തിരുത്തണം. ഓരോരുത്തരുടെയും ശൈലി എങ്ങനെയാണ്, അറിവെങ്ങനെയാണ് നോക്കണം. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു അങ്ങനെ തിരുത്തിയിട്ടുണ്ട്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു തിരുത്തിയിട്ടുണ്ട്. സംശയത്തോടെ വന്ന ആൾക്കാരെ തിരുത്തിയിട്ടുണ്ട്, സംശയം പറഞ്ഞവരെ തിരുത്തിയിട്ടുണ്ട്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെയും കുടുംബത്തെയും ആക്ഷേപിച്ചവരെ തിരുത്തിയിട്ടുണ്ട്, പരിഹസിച്ചവരെ തിരുത്തിയിട്ടുണ്ട്, പല രൂപത്തിലും തിരുത്തിയിട്ടുണ്ട്. എന്തിനാ തിരുത്തിയത്? അവർ നന്നാകാനാണ്, മാറാൻ വേണ്ടിയാണ്. അതും അംബിയാഇന്റെ ശൈലി നോക്കിയാൽ നമുക്ക് കാണാം. വിവരമില്ലാത്ത ആൾക്കാർക്ക് വിവരം പറഞ്ഞു കൊടുത്തപ്പോൾ നന്നായി ഗ്രഹിച്ച് നന്നായവരും അക്കൂട്ടത്തിലുണ്ട്, മനസ്സിലാക്കിയവരുണ്ട്, വിശ്വസിച്ചവരുണ്ട്. അവരൊരു പക്ഷേ പലരും പറഞ്ഞതുകൊണ്ട് തെറ്റിദ്ധരിച്ചവരായിരിക്കും, പലരിൽ നിന്നും കേട്ടത് സത്യമാണെന്ന് വിചാരിച്ച് പറഞ്ഞതായിരിക്കും. നേർക്ക് നേരെ ഹക്കായ വിവരം പറഞ്ഞപ്പോൾ നേരത്തെയുള്ള വിവരക്കേടൊക്കെ മാറ്റിയിട്ട് നന്നായി വന്നു. ഇനി അത്തരം വിവരക്കേടിലേക്ക് പോകാനില്ല എന്ന് തീരുമാനിച്ചു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തരത്തിൽ വിവരം കെട്ട ആളുകൾക്ക് നന്നായി വിവരം അറിയിച്ചു കൊടുത്ത് അവരെ മനസ്സിനെ ആ വിവരം കൊണ്ട് നന്നാക്കി, അവരെ ധാരണ പിശക് തിരുത്തിയിട്ട് അവരെ ശൈലിയും സ്വഭാവവും മാറ്റിക്കൊടുത്തിട്ടുണ്ട്. ഔലിയാക്കളെ കൂട്ടത്തിലും അതുപോലെ പ്രവർത്തിച്ച മഹാന്മാരുണ്ട്. ദിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു തന്നെ കുറിച്ച് തെറ്റിദ്ധരിച്ച് കത്തെഴുതിയ ഇബ്രാഹിമുൽ ബിസ്തി എന്ന പണ്ഡിതൻ, ആ കത്തൊക്കെ സഹോദരങ്ങളെ ഒരു സാധാരണക്കാരനായ ആൾക്ക് എഴുതിയാൽ എത്ര വലിയ ചൂടുണ്ടാകും. ദിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു സ്വഭാവം മേളിച്ച ആളാണ്. വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. വിവരം കെട്ട ആളുകൾ വല്ലതും വന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല വഴി പറഞ്ഞു കൊടുത്തവരെ തിരുത്തുക. അതാണിപ്പോ നമ്മൾ രണ്ടാമത്തെ തഫ്സീർ വായിച്ചത്. എന്റെ വക ഞാൻ വായിച്ചതല്ല, റാസി ഇമാം റളിയല്ലാഹു അൻഹു തഫ്സീറാണ്. ഇബ്രാഹിമുൽ ബിസ്തി എന്ന പണ്ഡിതൻ കത്തെഴുതി ശിഷ്യനോടത് പൊളിച്ച് വായിക്കാൻ പറഞ്ഞു. പൊളിച്ച് വായിക്കാൻ ശിഷ്യന് മടി തോന്നി. കാരണം ആ കത്തിലെഴുതിയ വാചകങ്ങൾ അത്രയും നെറികെട്ടതാണ്. വായിക്കൂ വായിക്കൂ എന്ന് ഇമാം ദിഫായി തങ്ങൾ പറഞ്ഞു. വായിച്ചപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് ഐ ആവറു, ഫസ്റ്റ് തന്നെ വിളിക്കുന്നത് ഓ ഒറ്റക്കണ്ണ. ദജ്ജാലിന്റെ സിഫത്തല്ലേ അത്? എന്നാ ദജ്ജാൽ എന്നുള്ള വിളിക്ക് കുറവില്ല. രണ്ടാമത് പിന്നെയും വിളിക്കുന്നത് ദജ്ജാലു, കബളിപ്പിക്കുന്ന ആളെ എന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ വിളിക്കുന്നതോ കുറച്ചുകൂടി ഗൗരവം കൂടിയതാണ് ഐ മുബ്തദിഉ,
ബിദഅത്തുകാരാന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ വിളിക്കുന്നത് യാമൻ ജമാ ബൈനൽ റിജാലി വൻ നിസാ, സദസ്സിൽ ഒരുപാട് പുരുഷന്മാരും സ്ത്രീകളും നസീഹത്തിന് ഒരുമിച്ച് കൂടാറുണ്ട്. ഇയാൾ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് സുഖിക്കുന്ന ആളെ, അവരൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് വലിയ പ്രശസ്തി നേടുന്ന ആളെ എന്നാണ് പിന്നെ വിളിക്കുന്ന, കുറ്റപ്പെടുത്തി വിളിക്കാണ്. പറഞ്ഞ് അവസാനം ഹത്താ ദക്കറൽ കൽബ ബിനൽ കൽബ്, ബാപ്പാനടക്കം പറഞ്ഞു എന്നർത്ഥം. നായാന്നല്ല, നായന്റെ മോൻ നായെന്ന് പറഞ്ഞു. വാപ്പി വിട്ടില്ലേ? നായെന്ന് മാത്രം വിളിച്ചാലും മോനെ വിടുള്ളൂ. നായന്റെ മോൻ നായ എന്ന് പറഞ്ഞാല് മോനും മോന്റെ അപ്പുറം പറഞ്ഞ കൽബു, കൽബു ബിനൽ കൽബ് എന്ന് വരെ പറഞ്ഞു. എത്ര മോശപ്പെട്ട വാക്ക്. ശിഷ്യൻ പറയാണ്, ഈ എഴുത്തൊക്കെ ഞാൻ ഉസ്താദിന് വായിച്ചു കൊടുത്ത് ഞാൻ റിഫായി ശൈഖ് തങ്ങൾ മുഖത്തേക്ക് നോക്കുമ്പോ മുഖം ചുവന്നിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ ഒന്നുമില്ല. മഹാനവറുകൾ പറഞ്ഞു, അതാണ് സഹിക്കാനുള്ള വല്ലാത്ത കഴിവ്. ഇതിൽ അതുകൂടി ഉണ്ട്. സഹിക്കാണത് വിഷയം. സഹനത്തിന്റെ ശൈലി പഠിപ്പിച്ചു തരാണ്. വിവരം കെട്ട ആളുകൾ പറയുമ്പോ സഹിക്കാനുള്ള ശൈലിയാണ് ഖാലു സലാമ, എടുത്തുചാട്ടല്ല, ആക്ഷനില്ല. എന്തിനാണ് അവരിങ്ങനെ സ്വീകരിക്കുന്നത്? ആ വിവരക്കെട്ട ആളുകളെ നന്നാക്കിയെടുക്കാനാണ്. ഇതിങ്ങനെ വായിച്ചു കൊടുത്തപ്പോ അവസാനം പറഞ്ഞു, സ്വദഖ ഫീമാ ഖാല, അയാളാ പറഞ്ഞതില്ല, അയാൾ സത്യം പറഞ്ഞിരിക്കുന്നു, കളവ് പറഞ്ഞു എന്നല്ല, സത്യം അയാൾ പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് അയാൾക്കൊരു ദുആ, ജസാഹുല്ലാഹു അന്നീ ഖൈറാ, എന്നിൽ നിന്ന് അല്ലാഹു അദ്ദേഹത്തിന് ഒരുപാട് നന്മ കൊടുക്കട്ടെ. എന്നിട്ട് റിഫായി ശൈഖ് തങ്ങൾ പറഞ്ഞു, ഫലസ്തു ഉബാലി മിൻ സമാനിൻ ബിരീബതി ഇദാ കുന്തു ഇൻദല്ലാഹി ഗൈറ മുരീബി, ഏത് കാലത്ത് ആര് എന്നെ സംശയിച്ചാലും എനിക്ക് പ്രശ്നമില്ല, അള്ളാഹുവിന്റെ അടുക്കൽ ഞാൻ സംശയിക്കുന്ന ആളാകാതിരുന്നാൽ, റബ്ബിന്റെ അടുക്കൽ ഞാൻ സംശയമില്ലാത്ത തെറ്റിദ്ധരിക്കാത്ത ആളായിരുന്നാൽ, ആര് ഏത് കാലത്ത് എന്നെ സംശയിച്ചാലും എനിക്കതൊരു പ്രശ്നമേ അല്ല. എന്നിട്ട് പറഞ്ഞു, ഉക്തുബിലൈഹിൽ ജവാബ്, ശിഷ്യനോട് പറഞ്ഞു മറുപടി എഴുതൂ. എന്താണ് എഴുതുന്ന മറുപടി? ഈ പാവപ്പെട്ട അഹമ്മദ് മിൻഹാദല്ലാഷ്, ഒന്നുമല്ലാത്ത ആള്. ഫസ്റ്റ് തന്നെ എഴുതുന്ന അങ്ങനെയാണ്, ഞാൻ ഒന്നുമല്ല, ഞാനൊരു ചെറിയ അഹമ്മദാണ്. ഇലാ സയ്യിദി അശ്ശൈഖ് ഇബ്രാഹിമിൽ ബിസ്തി, ആളെ തിരിച്ച് എഴുതുന്ന ഫ്രം അഡ്രസ് ടു അഡ്രസ് അങ്ങനെയാണ്. എനിക്ക് മാർഗനിർദ്ദേശം നൽകിയ ഗുരുവര്യരായ ഇബ്രാഹിമിൽ ബിസ്തി എന്ന ആളിലേക്ക് ഒരു കത്ത്. അമ്മാ ഖൗലുകല്ലദീ ദക്കർതഹു, നിങ്ങൾ ഈ പറഞ്ഞ വാക്കില്ലേ എന്നെ പറ്റിയുള്ള വാക്ക്, അള്ളാഹു അവൻ ഉദ്ദേശിച്ചതുപോലെയാണ് എന്നെ സൃഷ്ടിച്ചത്. അവൻ ഉദ്ദേശിച്ച വിഷയത്തിൽ അള്ളാഹു എന്നെ താമസിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങളെ സത്യസന്ധമായ മനോഭാവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടട്ടെ, അന്തദുവലി, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. നിങ്ങളെ പ്രാർത്ഥനയിലൊന്നും എന്നെ ഒഴിവാക്കരുതേ, എല്ലാ പ്രാർത്ഥനയിലും എന്നെ ഉൾപ്പെടുത്തണേ. കത്തങ്ങ് കയ്യിൽ കിട്ടിയപ്പോൾ അദ്ദേഹം വീട്ടിൽ നിന്നിറങ്ങി. പിന്നെ ജനങ്ങളാരും ആ ഇബ്രാഹിമുൽ ബിസ്തിയെ കണ്ടിട്ടില്ല, എവിടേക്ക് പോയി എന്ന് ആരും അറിഞ്ഞിട്ടില്ല. തൗബയുമായിട്ട് അയാൾ പോയിട്ടുണ്ടാവും, പേടിച്ച് അയാൾ സ്ഥലം വിട്ടിട്ടുണ്ടാവും. കാരണം കിട്ടിയ എഴുത്തിന്റെ മറുപടി അങ്ങനല്ലേ. തിരിച്ച് അങ്ങനത്തെ ഒരു ഭാഷ ഉണ്ടോ? ഇല്ല. ഖാലൂ സലാമൻ, ഇനി മേലാൽ അവർ പറയാത്ത രൂപത്തിൽ നല്ല വഴി പറഞ്ഞു കൊടുത്ത് അവരുടെ ആ മോശപ്പെട്ട ശൈലിയിൽ നിന്ന് അവർക്കൊരു ഉണർത്തൽ. നിങ്ങൾ സ്വീകരിച്ച ശൈലി ശരിയായില്ല എന്ന് പറഞ്ഞില്ല, അള്ളാഹു എന്നെ അങ്ങനല്ലേ പടച്ചത്, നിങ്ങൾ ദ്വാരക്കണം. ഇതൊരു പക്ഷേ ഒരു പരീക്ഷണാർത്ഥം എഴുതിയ കത്താണെങ്കിൽ അവിടെയും ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു തന്നെയാണ് വിജയിച്ചത്. കാരണം ആ പരീക്ഷണത്തിൽ ഏറ്റവും വലിയ സഹനവും ക്ഷമയും മഹാനവർ ഉൾക്കൊണ്ട് തിരിച്ചു എഴുതിയ കത്തിൽ എന്തെങ്കിലും ഒരു ആക്ഷേപത്തിന്റെ ശൈലി എഴുതുന്നതിന് പകരം നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, നിങ്ങൾ ഒരു സമയത്ത് ദുആയിലും എന്നെ ഒഴിവാക്കരുത് എന്ന നിർദ്ദേശമാണ് എഴുതിയിരിക്കുന്നത്. അതോടുകൂടെ പിന്നെ സ്ഥലം വിട്ടു കഴിഞ്ഞു. അയാൾ സ്വയം മാറാൻ തീരുമാനിച്ച് എവിടെ പോയി എന്ന് ജനങ്ങൾക്കാർക്കും അറിയില്ല, നാട് വിട്ടുപോയി. ഇതൊരു തിരുത്തലാണ്. ഇങ്ങനെ തെറ്റിദ്ധരിച്ച ആളുകളൊക്കെ തിരുത്തുക, ആ നിലക്ക് അവരെ തിരുത്തിയിട്ട് അവർക്ക് സലാമത്തിന്റെ മാർഗം കൊടുക്കുക. അജ്ഞത കൊണ്ട് വന്നതാണ്.